നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ IPL കുറിച്ചാണ്. IPL കുറിച്ച് പറയാൻ ഇന്നലെ IPL അവസാനത്തെ ക്വാളിഫയർ ഫൈനലിലേക്കുള്ള മത്സരം ഇന്നലെ കണ്ട്. മഴ കാരണം 7:30 തുടങ്ങേണ്ട മത്സരം ഏതാണ്ട് 9:45 10 മണിയോളമായി തുടങ്ങിയിട്ട് തീർന്നത് അതേപോലെ തന്നെ 1:45 തീർന്നു. മൊത്തം കണ്ട് മുഴുവനും ഇരുന്ന് കണ്ടു. ഗംഭീര മത്സരം. മുംബൈയും പഞ്ചാബുമായിട്ടുള്ള മത്സരമായിരുന്നു. പഞ്ചാബിനെ സംബന്ധിച്ച് IPL തുടങ്ങി 2008 IPL തുടങ്ങിയ ശേഷം 2-3 പ്രാവശ്യം ഒരു ഫൈനലിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കപ്പെടുക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ മുംബൈയുമായിട്ടുള്ള ഈ മാച്ചിൽ 200 അടിച്ച മുംബൈ, ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 200 അടിച്ച് വെച്ച മുംബൈയുടെ ആ ഒരു റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റില്ല. കാര്യം 200 ചേസ് ചെയ്ത് ജയിക്കുക എന്നുള്ളത് വലിയ പാടാണ്. മറ്റുള്ള ടീമുകളൊക്കെ അങ്ങനെ ചരിത്രമില്ല. പക്ഷേ അത് ചരിത്രം ഇന്നലെ തിരുത്തി. ശ്രേയാസ് അയ്യരുടെ നേതൃത്വത്തിൽ ഗംഭീര കളിയായിരുന്നു. അന്യായ കളി എന്ന് വെച്ചാൽ ഗംഭീര കളിയായിരുന്നു. മാച്ചൊന്ന് കാണേണ്ടതാണ്. ശ്രേയാസ് അയ്യർക്ക് വേറെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ക്യാപ്റ്റനായിട്ട് 3 ടീമുകളെ ഫൈനലിലെത്തിച്ച് ചരിത്രം കൂടി അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഇതെന്ന് വെച്ചാൽ കപ്പ് 2008 IPL തുടങ്ങിയ ശേഷം ഇതുവരെ കപ്പെടുക്കാത്ത 2 ടീമുകളാണ് ഫൈനലിലെത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 2025 IPL ഫൈനലിൽ പുതിയൊരു ടീമായിരിക്കും കപ്പെടുക്കുക. ഇപ്പോൾ നമ്മുടെ കോഹ്ലിയുടെ ബാംഗ്ലൂർ, അതുപോലെ തന്നെ ശ്രേയസിൻ്റെ പഞ്ചാബ്, ഈ 2 ടീമുകൾക്കും കപ്പേ ഇല്ല. അവർ ഫൈനലിലൊക്കെ എത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ കളിച്ച് ഫൈനലെത്തുന്നു. പക്ഷേ കപ്പ് എടുക്കാനുള്ളൊരു ഒരു ഭാഗ്യം അവർക്കില്ലാതെ പോയി. മറ്റെല്ലാ ടീമുകളും മുംബൈ 5 കപ്പെടുത്തിട്ടുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ് 5 കപ്പെടുത്തിട്ടുണ്ട്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3 കപ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റെല്ലാ ടീമുകളും കപ്പെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. പക്ഷേ എന്തുകൊണ്ടോ വലിയ താരനിരകളും ശക്തിയൊക്കെ ഉള്ള ബാംഗ്ലൂരിനും മറ്റ് ഈ പഞ്ചാബിനും ഒന്നും കപ്പെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഈ ഒരു 2025 ഈ 2 ടീമുകൾക്ക് കപ്പെടുക്കാൻ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കളിച്ച് അവർ കയറി വന്നേ. ബാംഗ്ലൂർ ആയാലും പഞ്ചാബ് ആയാലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഫൈനൽ കാണണം, നിങ്ങളെല്ലാവരും ഫൈനൽ കാണണം. മറ്റന്നാളാണ് ഫൈനൽ, 3-ാം തീയതിയാണ് ഫൈനൽ. ഗംഭീര മാച്ചായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി 1:30 നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 40 കോടിയോളം വരുന്ന ആൾക്കാർ ഓൺലൈനിൽ കളി കണ്ടുകൊണ്ടിരിക്കുക. 40.1 കോടി ഞാൻ ശ്രദ്ധിച്ചത്, പിന്നെ ഞാൻ നോക്കിയില്ല. ഏതാണ്ട് 1 മണി സമയത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ആലോചിച്ച് നോക്ക്, അത്രത്തോളം IPL ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് ലോകത്തെ സ്വാധീനിച്ചിരിക്കുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതാണ്, അതിൻ്റെ ഒരു സ്പിരിറ്റ് ഒന്ന് വേറെ. IPL തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പരിപാടി മാറ്റി വെച്ചിട്ട് വൈകുന്നേരം IPL കാണും. ജസ്റ്റ് മൊബൈലിലെങ്കിലും കണ്ടിരിക്കും. പിന്നെ എന്തായാലും എല്ലാവരും നിങ്ങൾ കളി കാണുക. കപ്പെടുത്താൽ വിരാട് കോഹ്ലി കപ്പെടുക്കണമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. വേറൊന്നുമല്ല, ഞാനൊരു കൊൽക്കത്ത ആരാധകനാണ്. IPL തുടങ്ങിയ കാലം മുതലേ കൊൽക്കത്ത ആരാധകനാണ്. പക്ഷേ ഒരു വട്ടം അദ്ദേഹത്തിന് ഒരു കപ്പ് കിട്ടണം. ബാംഗ്ലൂരിന് ആ ഒരു കപ്പ് കിട്ടണം. വിരാട് കോഹ്ലി നിൽക്കുമ്പോൾ ആ കപ്പ് കിട്ടണം. ഫൈനലിൽ കളിക്കാൻ RCB ഉണ്ട് എന്നുണ്ടെങ്കിൽ ABD വില്ലേഴ്സ് വരെ കളി കാണാൻ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. RCBക്ക് കപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബും വലിയ പ്രശ്നമില്ലാതെ കയറി വന്നിട്ടുണ്ട്. 2 പേരും അർഹതപ്പെട്ടവരാണ്. എന്തായാലും നല്ലൊരു മത്സരത്തിലൂടെ ഇപ്രാവശ്യത്തെ IPL ഇവരിൽ ആരെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളത് സഹകരിക്കണം. നമ്മൾ പുതിയ ആളെന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പുതിയ ആളെന്ന് പറയുന്നുണ്ട്. കാര്യം ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാതെ ഇറങ്ങിയ ഒരാളാണ്. സമയം പോവും. പിന്നെ യൂട്യൂബ് ഒരു പ്രത്യേക ഒരു പ്ലാറ്റ്ഫോമാണല്ലോ. മറ്റ് മീഡിയകളെ അപേക്ഷിച്ചിട്ട് യൂട്യൂബ് കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ജയ് ഹിന്ദ്.